നമുക്ക് ഇനി കിണറ്റിൽ നിന്ന് ഇതിനെ പുറത്തെടുത്തിട്ട് അതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. കാരണം മരണകാരണം എന്ത് എന്ന് നമുക്ക് വ്യക്തമായി തിരിച്ചറിയേണ്ടതുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തുടർന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കത് കൂടുതൽ പ്രായോഗിക തലത്തിലേക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് മരണകാരണം നമ്മൾ അന്വേഷിക്കുന്നത്. പിന്നെ അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നടപടിക്രമം കൂടിയാണ്. അതിനുശേഷമാണ് നമ്മൾ മറവ് ചെയ്യുന്നത്. തൊട്ടടുത്ത ഫോറസ്റ്റ് ലാൻഡിൽ നമ്മളത് മറവ് ചെയ്യുകയും ചെയ്യും. പോസ്റ്റ്മോർട്ടത്തിന് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റ് ലാൻഡിലാണ്, ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. വെറ്റിനറി ഡോക്ടർമാർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വീണതിന് ശേഷം കുറച്ച് സമയം കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ? അങ്ങനെ രാത്രി 1 മണിക്ക് കിണറ്റിൽ വീണു. അത് ഏതാനും മണിക്കൂറുകൾ നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻ രാത്രിയിൽ തന്നെ നമ്മൾ തുടങ്ങിയതാണ്. അതിനകത്ത് ഏറ്റവും നമുക്ക് അനുകൂലമായൊരു ഘടകം എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ ജനങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഈ പഞ്ചായത്തിന്റെ 6ാം വാർഡിലെ മെമ്പർ ഷാജു, അദ്ദേഹം സ്ഥലത്തുണ്ട്. അദ്ദേഹം ഈ പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിക്കുന്നതിനും ജനങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തുന്നതിനും വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ മറ്റേത് മേഖലകളെ അപേക്ഷിച്ചും വളരെ മികച്ച സഹകരണമാണ് ഇവിടുത്തെ ജനങ്ങൾ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ ഭംഗിയായിട്ട് JCB ഒക്കെ ഈ അസമയത്ത് വിളിച്ചിട്ടും അവർ വരികയും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി അതിന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ് പറ്റിയിട്ടുള്ളത്. ഈ ആന കഴിഞ്ഞ ദിവസം കൂടെ ഇറങ്ങിയിട്ടുള്ള റീസെന്റ് ആയിട്ട് വരാറുണ്ട്. ഈ തൊട്ടടുത്ത പ്ലാവില് നമുക്ക് കാണാം, ഇവിടെ തൊട്ടടുത്ത പ്ലാവില് വന്ന് ചക്കയൊക്കെ ഇട്ട് തിന്ന് മടങ്ങിപ്പോകുന്ന ഒരു രീതിയാണ്. വലിയ നാശനഷ്ടങ്ങളൊന്നും വരുത്താറില്ല. ചെറിയ ചെറിയ കൃഷി നാശനഷ്ടങ്ങൾ വരുത്താറുണ്ട് എന്നുള്ളതൊഴിച്ചാൽ പ്രദേശത്തെ ജനങ്ങൾക്കൊന്നും അത്ര ഉപദ്രവകാരിയായൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അത് എല്ലാ വിഭാഗം ജനങ്ങളും പറയാറുള്ള ഒരു കാര്യമാണ്. ഇത് കണക്റ്റിന്ന് എപ്പോഴാണ് എടുക്കുന്നത്? ഇത് ഉടൻ തന്നെ, ഇനി അധികം സമയമില്ല. നമ്മള് ക്രെയിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്രെയിനോടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇന്നലെ പോസ്റ്റ്മോർട്ടം എടുത്ത് ഇന്ന് തന്നെ തീർച്ചയായിട്ടും ഇന്ന് തന്നെ അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പ്രകാരം, ഡിപ്പാർട്ട്മെന്റ് പ്രോട്ടോകോൾ പ്രകാരം ഫ്ലൈയിങ് സ്ക്വാഡ് അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ് എല്ലാ മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലായിരിക്കും അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുന്നത്. രാത്രി ഒരു 1:10-1:15 കൂടിയിട്ടാണ് ഇവിടുന്ന് പുലിക്കാശ്ശേരിയിൽ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളും ഭാര്യയും കൂടിയാണ് വിളിക്കുന്നത്. അവരുടെ കുടിവെള്ള കിണറിൽ ഒരു കാട്ടാന വീണ് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഞാനപ്പോൾ തന്നെ ഇവിടെ എത്തുകയും ഞാനെത്തിയൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകളും ഇവിടെ എത്തി. തുടർന്ന് അപ്പോൾ തൊട്ട് തന്നെ നമ്മൾ JCBയും മറ്റു കാര്യങ്ങളും അന്വേഷിച്ച് ഇതിനെ രക്ഷപ്പെടുത്തുന്നതിന് ആവശ്യമായ മാർഗങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒപ്പം ഞങ്ങളിവിടെ കൂടിയിട്ടുള്ള നാട്ടുകാരെല്ലാവരും കൂടി തന്നെ നടത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പല JCBക്കാരെ വിളിച്ചപ്പോഴും അവരൊക്കെ മൂന്നാർ ടൂറിലാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 4:30 കൂടിയിട്ടാണ് ഒരു JCB ലഭിക്കുന്നത്. അത് വന്ന് 5 മണിയോട് കൂടിയിട്ട് ഇതിന്റെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ ലാസ്റ്റ് ഇതിന്റെ അതുവരെ ആന നല്ല ഊർജ്ജസ്വലനായിട്ട് നിന്ന ആനയാണ്, ഒരു കുഴപ്പമില്ലാതെ. പക്ഷെ ഇതിന്റെ ബാക്ക് ഭാഗം കിണറിലേക്ക് അടിഭാഗത്തേക്കായിട്ടാണ് ആന വീണിട്ടുള്ളത്. അത് കാരണമായിരിക്കണം ആനയ്ക്ക്. പിന്നെ അത് കിണറിന് വട്ടം കുറവുള്ള ഒരു കിണറാണ്, കുടിവെള്ള കിണറാണ്. അപ്പൊ അതുവരെ അവസാന നിമിഷം വരെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ആന സൗണ്ട് ഉണ്ടാക്കിയും തുമ്പിക്കൈ ഉയർത്തി കാണിക്കലും ചിറ്റിക്കലൊക്കെ ആയിട്ട് നിന്നതാണ്. അവസാനം തൊട്ടടുത്ത് വരെ രക്ഷാപ്രവർത്തനം എത്തിയപ്പോൾ പിന്നെ ആന ഒരു അനക്കില്ലാത്ത രീതിയിലാണ് അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് പൊതുവെ ഇവിടേതാണ്. കൃഷിനാശം വ്യാപകമായിട്ടും ഇതിനു മുമ്പ് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടാവാറില്ല. ഇതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്ന്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 1 മണിയായപ്പോൾ ആന വന്ന് ഈ വീടിന്റെ പുറയിലാണ് ആന നിന്നത്. അപ്പൊ ഞാനറിഞ്ഞില്ല. അവിടെ ഒരു പയ്യൻ അത് ചവിട്ടി ഉണക്കക്കമ്പ് ഓടിയുന്ന ഒച്ച കേട്ടു. അവൻ വേഗം വന്ന് ലൈറ്റ് ഇട്ടു. ആന അവിടെ ഉണ്ടായിരുന്നു. ആന പുറകോട്ട് വന്നു. ആന കിണറ്റിൽ വീണു. ആ ഒരു അലറലോട് കൂടിയാണ് ആന കിണറ്റിലേക്ക് പോണത്. അത്ര ഒച്ചയായിരുന്നു. ആ ഒച്ച കേട്ടിട്ട് ഞാൻ എഴുന്നേറ്റ് ചെല്ലുന്നത്. സ്ഥിരമായിട്ട് വരുന്ന സ്ഥിരമായിട്ട് ആന തന്നെയാ. ആന തന്നെയല്ല, എല്ലാ വക വന്യമൃഗങ്ങളും എല്ലതും ഉണ്ട് ഇവിടെ. എല്ലതും എല്ലാം ശല്യം തന്നെ. ഞങ്ങളൊക്കെ ഒരു കൃഷി ചെയ്താൽ ഒരു അനുഭവം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. എല്ലാം പന്നിയായിട്ടും ആനയായിട്ടും എല്ലാം കളയുകയാണ്. ഒന്നും കിട്ടാറില്ല. കിണറ്റ് വീണതിനെ തുടർന്ന് ചേട്ടൻ എന്താ ചെയ്തത്? മെമ്പറെ വിളിച്ചോ? അങ്ങനെ കിണറ്റിൽ വീണ ഉടനെ മെമ്പറെ വിളിച്ചു. മെമ്പർ വന്നു ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തി. സാറുമാര് ഒരു അരമണിക്കൂറിനുള്ളിൽ എല്ലാവരും വന്നു. അവരുണ്ടായിരുന്നു. 1 മണി 1:30 മുതൽ സാറുമാരുണ്ട് ഇവിടെ.
എല്ലാവരും ഉണ്ടായിരുന്നു. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടിലിപ്പോൾ ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ. അങ്ങനെ വീട്ടുകാർക്ക് എന്തെങ്കിലും ഉപദ്രവം ആനയുടെ ഭാഗത്ത്? ഇതുവരെയായിട്ട് ആനയെ കൊണ്ടൊരു ഉപദ്രവം ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഞങ്ങൾ ഒന്നും ചെയ്യാറില്ല, വരും ഓടിച്ചു വിടും, അത് തന്നെ.